ഹായ്, അപ്പോൾ നമ്മൾ ഇന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോവാണ്. അമേരിക്കയിലെ ആറ്റുകാൽ പൊങ്കാലയാണ്. നമുക്കിവിടെ എങ്ങനെയൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് അമേരിക്കയിൽ വന്നതിന് ശേഷം പൊങ്കാല കാണാൻ വേണ്ടി പോവാണ്. ഇവിടെ ന്യൂജേഴ്സിയിലാണ് ഈ ഒരു മഹോത്സവം നടക്കുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിലാണ് ഈ ഒരു ആറ്റുകാൽ പൊങ്കാല നടക്കുന്നത്. നമ്മൾ ജാനൂട്ടിക്ക് ചോറ് കൊടുക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു അമ്പലമാണ്. ഇതിവിടെ എല്ലാ വർഷവും നടക്കാറുള്ളതാണ്. ഇത്തവണയാണ് എന്തായാലും എനിക്ക് വരാൻ പറ്റിയത്. എൻ്റെ ബർത്ത്ഡേ ദിവസം കൂടെ ആയതുകൊണ്ട് ഇവിടെ വന്നപ്പോൾ ഒരു സ്പെഷ്യൽ ഫീലാണ് കിട്ടിയത്. രാവിലെ 9 മണി മുതൽ ഇതുപോലെ പൊങ്കാല ഇടാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾക്ക് ഇങ്ങനെ ഇവർ ഓരോ സ്ലോട്ടായിട്ട് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണ്. KHNJയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പൊങ്കാല നടക്കുന്നത്. ഈ സമയത്ത് നാട്ടിൽ പോയി പൊങ്കാല ഇടാൻ പറ്റാത്തവർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു വേദി കിട്ടുക എന്ന് പറയുന്നത് തന്നെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. ന്യൂജേഴ്സിയിലെ ഒട്ടുമിക്ക മലയാളികളും ഇവിടെ തന്നെ ഉണ്ട്. ഞങ്ങളിവിടെ നിന്ന് 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കൂടെ. അപ്പം അവരൊക്കെ പൊങ്കാല ഇടുന്നുണ്ട്. ആദ്യത്തെ തവണ ആയതുകൊണ്ട് തന്നെ എനിക്ക് എങ്ങനെയാണ് പൊങ്കാല ഇടേണ്ടതെന്നുള്ളതൊന്നും അറിയില്ല. അപ്പം ഒരു കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും ഇത്തവണ എല്ലാം വന്ന് കണ്ട് നോക്കിയിട്ട് പിന്നെ ഇടാമെന്ന് വിചാരിച്ചു നെക്സ്റ്റ് ഇയർ. ഇവിടെ വന്ന് ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇവിടെ എല്ലാം നല്ല ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നുള്ളത്. നമ്മൾക്ക് ഇവർ എല്ലാ സംഭവങ്ങളും അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. എത്ര നല്ല വൃത്തിയായിട്ടാണ് എല്ലാവരെയും ഇങ്ങനെ അറേഞ്ച് ചെയ്ത് ഇരുത്തിയിരിക്കുന്നത്. ഓരോ സ്റ്റൗവൊക്കെ കൊടുത്ത് പിന്നെ നമ്മൾക്ക് പൊങ്കാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൺപാത്രം, അതുപോലെ അരി, വെള്ളം, ശർക്കര, തേങ്ങ, ഏലക്ക, നെയ്യ്, എല്ലാ സംഭവങ്ങളും റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ അവിടെ പോയി ഇരുന്ന് എങ്ങനെയാണോ പൊങ്കൽ ഉണ്ടാക്കുന്ന ആ ഒരു പ്രൊസീജിയർ മാത്രം ചെയ്താൽ മതി. അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളിത സ്ഥല ശോഭിത ഭാവിക പോലഭൂക്കാരിരദനക്ഷത ശുദ്ധ നമോ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലിസ്ഫുരവക്ഷോരുഹാം പാണിഭ്യാം മണിപൂർണരത്നചഷകം രക്തോത്പലം ബിഭ്രതീം സൗമ്യാം രത്നഘടസ്ഥരംബികാം ധ്യായേത് പദ്മാസനസ്ഥാം വികസിതേമ പദ്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനി ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുതാം സർവസമ്പത്പ്രദാത്രീം. എല്ലാവരും ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലി അങ്ങനെ വെള്ളം തിളപ്പിക്കുകയും അതുപോലെ അരിയിടും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ശരിക്കും ആ ഒരു ഭക്തിയിൽ മുഴുകിയിട്ട് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാനിവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പൊങ്കാല വീഡിയോ റീൽസിൽ ഇട്ടപ്പം FBയിലും ഇൻസ്റ്റയിലൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് റെസ്പോൺസ് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ പക്ഷേ മിക്സഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഒത്തിരി പേര് നമ്മളുടെ ഈ ഒരു അടുക്കും ചിട്ടയോടും കൂടിയിട്ടുള്ള ഈ പൊങ്കലിടുന്ന കണ്ടിട്ട് നല്ല കമൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതേപോലെ തന്നെ ഇങ്ങനെ ചെയ്തത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേരെയും കണ്ടു ആ കമൻറ്റ് ബോക്സിലൊക്കെ. ഇപ്പോൾ ഇവിടെ ഇരിക്കണവർക്കൊക്കെ ആറ്റുകാലിൽ വന്നിട്ട് പൊങ്കാല ഇടാൻ ആഗ്രഹം ഇല്ലാത്തവരല്ല, പക്ഷേ ഇവിടെ നിന്ന് വരാൻ പറ്റാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഇതുപോലൊരു വേദി ഒരുക്കുക എന്ന് പറയുമ്പം എല്ലാവർക്കും സന്തോഷവും ശരിക്കും ആ ഒരു നാട്ടിൽ പോകാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ മറക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ അതിങ്ങനെ ഈ വീഡിയോയിൽ പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പോൾ ഇനി ബാക്കി നമ്മൾക്ക് പ്രൊസീജിയറൊക്കെ കാണാം. സ്വരൂപിണി ശുക്ലവർണാഷടാനന മജ്ജാ സംസ്ഥാഹം സവതി മുഖ്യ ശക്തി സമന്വിത ഹരിദ്രാനൈകരസികാ ഹാകിനി രൂപധാരിണി സഹസ്രദള പദ്മസ്ഥാ സർവാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രൂ ശോഭന സുരനായിക കാലകണ്ഠി കാന്തിമതി ശോഭിനി സൂക്ഷ്മരൂപിണി वज्रेश्वरी वामदेवी वयोवस्थाविवर्जिता सिद्धेश्वरी सिद्धविद्या सिद्धमाता यशस्विनी विशुद्धि. ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കൈ പൊക്കുക. ശർക്കരയോ വെള്ളമോ ഗ്യാസ് പ്ലീസ്.
പൊങ്കാലയൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം എല്ലാവരും അത് ദേവിക്ക് നിവേദിക്കാൻ വേണ്ടി വെച്ചു. ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തിരിച്ചു കൊടുക്കും. പിന്നെ ഇതുപോലെ എല്ലാവരുടെയും പോട്ട് ഒരുപോലത്തെ ആണല്ലോ, അപ്പം അതിനകത്ത് നമ്പറൊക്കെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതനുസരിച്ചിട്ട് എല്ലാവർക്കും തിരിച്ച് അതേ പൊങ്കാല, അവരുണ്ടാക്കിയ പൊങ്കാലയുടെ പാത്രം തന്നെ തിരിച്ചു കൊടുക്കും. പിന്നെ ഇവരൊക്കെയാണ് ഇതിൻ്റെ പുറകിലെ ഭാരവാഹികൾ. പിന്നെയും കുറേ പേരുണ്ട്. അപ്പം ക്യാമറയിൽ പകർത്താൻ ഇവർ മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ പൊങ്കാല ഇടലൊക്കെ കഴിഞ്ഞു. ജാനൂട്ടി അപ്പോഴത്തേക്കും ഉറങ്ങി. ഇനിയിപ്പോൾ ഇവിടെ ഭക്ഷണം കൂടിയിട്ടുണ്ട്. ഞാൻ വിസിറ്റർ പാസ്സായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണൽ മെസ്സേജ് ആയിട്ട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പൊങ്കാല ഇടാൻ എങ്ങനെയാണ്, എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പം ഇത്തവണത്തെ ഇവിടുത്തെ കഴിഞ്ഞു. അപ്പം അടുത്ത വർഷം ഇതുപോലെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ ശ്രീ ഗുരുവായൂരപ്പൻ ടെമ്പിളിൽ വന്നിട്ട് ഇടാവുന്നതാണ്. നമ്മളിപ്പോൾ ഫുഡും കൂടെ കഴിക്കുകയാണ്. വടയും അതുപോലെ സാമ്പാർ റൈസും പിന്നെ കേർഡ് റൈസും അച്ചാറും പിന്നെ ഒരു സ്വീറ്റും ഒക്കെ ഉണ്ടായിരുന്നു. ജാനൂട്ടിക്ക് കൊടുക്കാതെ കഴിക്കുന്നു എന്ന് വിചാരിക്കരുത്. ആദ്യം തന്നെ കൊടുത്തിട്ട് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ കഴിക്കുന്നത്. ഇപ്പോൾ വീഡിയോ കാണുമ്പം ചിലപ്പോൾ ഇങ്ങനെ തോന്നും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മളിനി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മുടെ പൊങ്കലൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ഒരുപാട് താങ്ക്സ് ഉണ്ട് എല്ലാവർക്കും ഇവിടെ വരെ കണ്ടതിൽ. ബൈ.